കേശുവേ നീ ആ ജംഗ്ഷനിൽ പോയിട്ടേ നല്ല റാഗിപ്പൊടിയും അതുപോലെ തന്നെ തിന അതും മേടിച്ചോണ്ട് തന്നെ ഷുഗർ പേഷ്യൻസിന് ഇതൊക്കെ വളരെ നല്ലതാ. തെന കഴിക്കാൻ ഞാൻ എന്താ കിളിയാ? ശുദ്ധഹാസ്യം മരിച്ചിട്ടില്ലേ? മരിച്ചിട്ടില്ല. വേറൊരു പരിപാടിയും കൂടി ഉണ്ട്. ആന്റി ഒന്ന് വന്നേ. ഞാൻ ദാ വരുന്നേ. കുറച്ച് തൊട്ടാവാടിയും തഴുതാമയും മുയൽച്ചെവിനും ഒക്കെ പറിച്ചോണ്ട് വരട്ടെ. അത് വെച്ചൊരു പിടിയുണ്ട്. ഓടി വരണേ. ഓടി വരാൻ മോനെ. അതെ, ഒരാഴ്ചക്കുള്ളിൽ ഇവിടുത്തെ പറമ്പും പച്ചക്കറിക്കടയൊക്കെ കാലിയാവുന്ന തോന്നണേ. മൊത്തം ഞാൻ കഴിക്കണ്ടേ? ഉള്ളത് പറയാലോ. അളിയം പെട്ടു. ഉള്ള സമയത്തിനെ എടുത്ത് കുടിക്കാൻ നോക്ക് കേട്ടോ. യേശുവേ മുഴുവൻ കുടിപ്പിച്ചിട്ടേ വിടാൻ പാടുള്ളൂ. നീ ഓർക്കണം, നമുക്ക് ഒരേ ഒരു അളിയനേ ഉള്ളൂ. പഴയ ഓജസ്സും തേജസ്സുള്ള അളിയനെ നമുക്ക് വീണ്ടെടുക്കണം. കേട്ടല്ലോ അളിയാ? കേശു, ഇവിടെ ഉള്ളവരെല്ലാം കൂടി എന്റെ അടുത്ത് എന്തുവാടാ കാണിക്കുന്നേ? അങ്ങോട്ട് പീഡിപ്പിക്കുക. ഇങ്ങനെയാണെങ്കിലേ ഞാൻ ദുബായിക്ക് അങ്ങ് പോവും കേട്ടാ. പിന്നല്ലാതെ ഇത് കുടിക്കാതെ ഒരു രക്ഷയില്ല. അളിയ പെട്ടിരിക്കുകയാണ്. ഇതിപ്പോ അളിയൻ കുടിച്ചില്ലെന്നിരിക്കട്ടെ, ചേച്ചി വന്നൊരു താണ്ഡവം ആടും. അതിപ്പം വേണം. ഒരു വഴിയുണ്ട്. ഇപ്പൊ ഇതിനകത്ത് മധുരമില്ലാത്തതിന്റെ അളിയന്റെ പ്രശ്നം. ഷുഗർ ഫ്രീ ഷുഗർ. എപ്പടി ഇപ്പൊ നോക്കിക്കോ. അളിയ വിരലിട്ടേന് ഇളക്. ദൂരം വന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രശ്നവും. നിന്റെ പോക്കറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നല്ലാതെ. നീ വല്ലാണ്ട് പ്ലാൻഡ് അല്ലേ? നീ ഒരു പൊളി തന്നെ. വേറെ രണ്ടുമൂന്ന് മേടിച്ചു വെച്ചിട്ടുണ്ട്, ആവശ്യം പറഞ്ഞാൽ മതി. ഓക്കെ, ഇപ്പൊ കുടിക്കുക. അതെ കണ്ടോ, കുടിക്കുന്ന കണ്ടോ? ധൈര്യമായിട്ട് കുടിയില്ലേ? മുടുക്കൻ നല്ല കുട്ടിയായിട്ട് കുടിച്ച്. ഇങ്ങനെയാണ്. നീ അടുത്തത് കൊണ്ടുവന്ന് തരാം. പെട്ടെന്ന് കൊണ്ടു കേട്ടോ. ചെറിയ മാറ്റം ഉണ്ടായിരുന്നു. കളിയാ, നീ അടുത്തേക്ക് വന്നേ. ഒരു ഉമ്മ തരട്ടാ. നീ എന്റെ അളിയനല്ല, പിന്നെ അളിയന.